ഹായ്. നമ്മുടെ വീട്ടിലെ മിക്ക കുട്ടികൾക്കും സൂപ്പൊക്കെ ഇഷ്ടമാണല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു സൂപ്പ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് നമുക്ക് വീട്ടിലുള്ള വെജിറ്റബിൾസ് മതിയാവും കേട്ടോ. ഞാനിവിടെ ക്യാരറ്റും ബീൻസും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കും. നമുക്ക് വേണേൽ വേറെ വെജിറ്റബിൾസൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റും ബീൻസും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ചിക്കനൊക്കെ മേടിക്കുമല്ലോ. ആ ചിക്കൻ മേടിക്കുമ്പോൾ അതിനകത്തുനിന്ന് എല്ലില്ലാത്ത കുറച്ച് കഷ്ണമൊന്ന് മാറ്റി വെച്ചാൽ മതിയാവും. ഞാൻ അങ്ങനെ മാറ്റി വെച്ച കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ അരിഞ്ഞെടുത്ത് ബീൻസും ക്യാരറ്റും ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് ഞാനൊരു 3-4 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഇതേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ചിക്കൻ വെന്ത് നമുക്ക് അങ്ങോട്ട് എടുത്ത് മാറ്റാവേ. കാരണം ചിക്കൻ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് എടുക്കണം. കൈകൊണ്ട് നമ്മൾ നുള്ളി എടുക്കത്തില്ല, അതുപോലെ എടുക്കണേ. അതിനുവേണ്ടി നമുക്ക് ചിക്കൻ അങ്ങോട്ട് മാറ്റി വയ്ക്കാവേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കോൺഫ്ലവർ മിക്സ് ചെയ്തുണ്ടല്ലോ, അത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇനി നമുക്ക് 2 മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം അത് മാറ്റി വയ്ക്കാവേ. ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കണ്ടോ, ഇതുപോലെ നുള്ളി എടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സോയാ സോസ് കുറച്ച് മതി കേട്ടോ, അതൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് എല്ലാം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മുട്ട അതിനകത്തോട്ട് പയ്യെ ഒഴിച്ച് കൊടുക്കാം. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇവിടുത്തെ കുട്ടികൾക്ക് ഈ സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ കോൺഫ്ലവറൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുമോയെന്ന്. പക്ഷേ അതിൻ്റെ ആ ഒരു ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും നമുക്കൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ. ഇതെല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ. ബൈ.